കൊല്ലപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ട് ആ വർഷം തന്നെ നവംബറിൽ തന്നെ തൃശ്ശൂർ അതിവേഗ കോടതി ഗോവിന്ദച്ചാമിക്ക് കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചതാണ്. പിന്നീട് ഹൈക്കോടതിയും അത് ശരിവെച്ചതാണ്. പക്ഷെ അതിനുശേഷം പ്രതിഭാഗം സുപ്രീം കോടതിയിൽ പോകുന്നു. ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് ഒരു പെൺകുട്ടിയെ സൗമ്യയെ കൊലപ്പെടുത്താൻ കഴിയുകയില്ല എന്ന വാദം നിരത്തുന്നു. ഈ വാദം സ്വാഭാവികമായും ഒരു സംശയം, ഇത്തരം സംശയങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ഉന്നയിച്ചതാണ്. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ കൊലക്കുറ്റം ഒഴിവാക്കുന്നു. അതിനുശേഷമാണ് ഗോവിന്ദച്ചാമിയുടെ ഈ വധശിക്ഷ ഒഴിവാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമല്ലേ, ഈ ഒറ്റക്കൈ കൊണ്ട് ഇത്രയധികം ഉയരമുള്ള ഒരു ജയിൽ ചാടാൻ കഴിയുമെങ്കിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ആ ഒറ്റക്കൈ ഉപയോഗിച്ച് തന്നെ ആ ദാരുണമായ സംഭവം, അത്രയും ക്രൂരമായ കൃത്യം നടത്താനും ഇയാൾക്ക് കഴിയില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ പിന്നെ ഈ ഇത്രയും വലിയൊരു കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജയിലല്ല, അത്രയും വലിയൊരു ജയിലാണ്. ആ ജയിലിനുള്ളിൽ ഇത്രയും രീതിയിൽ അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റക്കൈ വെച്ചിട്ട്, ഈ പാതി കൈ വെച്ചിട്ട് അവൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടീനെ, ഈ ഒരു പെൺകുട്ടീനെ അവൻ ഉപദ്രവിച്ചിട്ടില്ല, ഇങ്ങനെല്ലാം ആക്കിയില്ല എന്ന് എന്താ ഇത്? എന്നിട്ട് അത് സുപ്രീം കോടതി പോയപ്പോഴാണ് ആ കേസ് ഇങ്ങനെയെല്ലാം ആയത്. എന്നിട്ടാണ് ഇപ്പം അത് പിന്നെ നമ്മൾ പിന്നെ മുഖ്യമന്ത്രി തൃശ്ശൂർ കിഴിക്കോടതിയിൽ നിന്നും അവന് 2011 നവംബർ 11 പിന്നെ തൂക്കുകയർ വിധിച്ചത്. അത് കഴിഞ്ഞു പിന്നെ 17 ഇത് വന്നിട്ട് അല്ല സുപ്രീം കോടതി അല്ല ഹൈക്കോടതിയിൽ നിന്നും അവന് തൂക്കുകയർ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവന് സുപ്രീം കോടതി പോയപ്പോൾ അത് അങ്ങനെയല്ല പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെയെല്ലാം വന്നു ചേർന്ന്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് അവന് പുറലോകം കാണരുത്, അപ്പം ഈ പുറലോകം അവൻ കാണരുത്. എനിക്കത് ഇതാണ്. കാരണം ഇനിയൊരു അമ്മയും കരയാനുള്ളൊരു ഇട വരുത്തരുത്. അവന് ഇപ്പൊ ഇന്ന് തന്നെ അവൻ ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളെ അമ്മയുടെ കണ്ണീരും ഇവിടെ വീഴാൻ പാടില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ അന്ന് സൗമ്യയ്ക്കും, അതായത് 2011 നവംബറിൽ സൗമ്യയ്ക്കും സൗമ്യയുടെ അമ്മയ്ക്കും നീതി കിട്ടിയെന്ന് നമ്മളൊക്കെ അങ്ങ് പറഞ്ഞതാണ്. അതായത് വാർത്താ മാധ്യമങ്ങളടക്കം ഞങ്ങളൊക്കെ കരുതിയതാണ്. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. നീതി നിഷേധിക്കപ്പെട്ടു എന്നാണോ അമ്മയ്ക്കൊരു പരിഭവമുണ്ടോ? എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? നീതി ഹലോ അമ്മയ്ക്ക് നീതി കാരണം സുപ്രീം കോടതിയിൽ നിന്നും ഈ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയപ്പോൾ ഒരു നീതി നിഷേധിക്കപ്പെട്ടു, നീതി കിട്ടിയില്ല എന്നൊരു പരിഭവം അമ്മയ്ക്കുണ്ടോ? അതെന്തായാലും അങ്ങനെ തന്നെയല്ല. അവന് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. തൂക്കിക്കൊല്ലണം എന്നുള്ള ചിന്താഗതി തന്നെ, ആ തൂക്കുകാർ തന്നെയാണ് അവന് മേടിച്ചു കൊടുക്കണം തന്നെ ഞാൻ ആഗ്രഹിച്ചത്. എനിക്കത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ 15 വർഷം ഇത്രയും കാലമായിട്ട് ഞാൻ അവൻ്റെ മരണം കാത്തിരിക്കുകയാണ്. ഇപ്പം അറിയാലോ എൻ്റെ മകൻ്റെ അവസ്ഥ എങ്ങനെയാണ്. മകനും പോയി മകളും പോയി. അപ്പം എനിക്ക് ഇനിയിപ്പോൾ അവൻ്റെ മരണമാണ് ഞാൻ ഈ ഭൂമി കാത്തിരിക്കുന്നത്. അവൻ്റെ മരണം എന്നാണ് ചെവി കേൾക്കണമെന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുമ്പോഴാണ് അവൻ ജയിൽ ചാടി എന്ന് അറിയണത്. അതാണ് അതിന് ഇതിൽ ഇവൻ്റെ കൂടെ നിന്നത് ആരായാലും അവരെല്ലാം പുറത്തും കൊണ്ടുവരണം. ഇവൻ തൂക്കുകയർ അവൻ പുറലോകം എന്താണെന്ന് അവൻ അറിയരുത്. അതാണ് ഏറ്റവും ആവശ്യം. എനിക്ക് അതാണ് ഇനി വേണ്ടത്. ഇനി ഒരു അമ്മ ഇതുപോലെ കരയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരു അമ്മയ്ക്ക് ഇതുപോലെ ഒരു കണ്ണുനീര് വരാനുള്ള ഒരു വഴി ഉണ്ടാവരുത്. ഒരു മകള് പുറത്തിറങ്ങിപ്പോയി അകത്ത് കയറി വരുന്നവരെ ആ അമ്മയുടെ മനസ്സിൽ തീയാണ്. തീർച്ചയായും ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട ഒരു സാഹചര്യം അതൊക്കെ പരിശോധിക്കേണ്ടതാണ്, വിശദമായി അന്വേഷിക്കേണ്ടതാണ്. അമ്മയുടെ നിയമ പോരാട്ടം ഇനിയും തുടരുമോ? കാരണം ഈ രീതിയിൽ സുപ്രീം കോടതി അന്ന് ഉന്നയിച്ച ചോദ്യം, ആ ഒറ്റക്കയ്യന് ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം, അതിപ്പോൾ ഇതല്ല, ഇത്രയധികം ഉയരമുള്ളൊരു മതിൽ ചാടിയെങ്കിൽ സ്വാഭാവികമായും അതിനപ്പുറവും ചെയ്യാൻ കഴിയുമെന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ഇയാളുടെ ജയിൽ ചാട്ടം. അമ്മ ഇനി ഈ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി, സൗമ്യയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി ഇനിയൊരു നിയമ പോരാട്ടത്തിനുള്ളൊരു സാധ്യതയുണ്ടോ? ആ ഒരു നീക്കം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഞാൻ ഇപ്പം എന്തായാലും ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇതെല്ലാം കേട്ടിട്ടുള്ള ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല.
അപ്പം അവരെ പിടിച്ചു എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി ഇതിന് അങ്ങോട്ട് മുൻപോട്ട് പോവാനേ എനിക്ക് എന്തായാലും ഇവനെ ആരിതിൽ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് എന്തായാലും അത് അറിയണം. പിന്നെ അവൻ പുറലോകം കാണരുത്, ഇതാണ് എൻ്റെ ആവശ്യം. ഈ പുറലോകം എന്തെന്ന് ഇനി അവൻ കാണുകയും ചെയ്യരുത്. ഇവന് ഇതിനു വേണ്ടി ഇവിടെ ഈ ജയിലിൽ ഇവന് ആരാണ് ഇതിന് സപ്പോർട്ട് നിന്നതെന്ന് എനിക്കറിയണം. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നാളെ ഇതിലപ്പുറമല്ലേ സംഭവിക്കാൻ പോണത്. പിന്നെ എനിക്ക് നീതി കിട്ടണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ മരണം കാണണം, എന്നെങ്കിലാണ് ഞാൻ ശരിക്കും നീതി കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സൗമ്യനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒരു പെൺകുട്ടീനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞു. അതന്നെ ഞാനിപ്പോൾ പറഞ്ഞത്. ഇത്രയും വലിയൊരു മതിലും ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഈ പെൺകുട്ടീനെയാണോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? ആണോ? അതിനിപ്പോൾ തെളിവ് വന്നില്ല. ഇപ്പം ഇത് എന്തായാലും ഇവന്റെ പിന്നിലൊരാളില്ലാതെ ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. എങ്കിലും ഇവിടെ കിടക്കുന്നത് ഈ ഒരു ചോദ്യമല്ലേ. ഇതെല്ലാം കഴിഞ്ഞു. അവിടുന്ന് അവർക്ക് എന്തായാലും സൗമ്യം മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഇതാണ് ആ ആൾക്ക് ഗോവിന്ദൻ ചാമീനെ ഓർമ്മ വന്നത്. അപ്പം ആ ആൾ ഇന്നത്തെ വാർത്ത കണ്ടു, അവനെ വിളിച്ചു, അവനെ പിടിക്കാൻ പോയി, അവൻ ഓടി, കിണറ്റിൽ പോയി ചാടി. അത് ചത്തതും ഇല്ല. അവൻ കിണറ്റിൽ പോയി ചാടിയിട്ട് അവൻ കയറി തൂങ്ങി നിൽക്കുക ചെയ്തത്. അവനെ ചത്തിരുന്നെങ്കിൽ നാട്ടിൽ അത്ര ജനങ്ങൾ സമാധാന സന്തോഷം ഉണ്ടാവും അവർക്ക്. അതുപോലും അവന് നിഷേധിച്ചു, മരണം പോലെ അവനെ നിഷേധിച്ച പോലെയാണ് ഇപ്പം ഇരിക്കണത്. അതല്ല ഞാൻ ഇനി ഇതിന്റെ എല്ലാം ഒരു ഇത് വരാതെ എന്റെ മനസ്സൊന്ന് ശരിയാവും. തീർച്ചയായും ഇവിടെ നഷ്ടപ്പെട്ടത് നമുക്കറിയാം അമ്മയ്ക്ക് തന്നെയാണ്, തൻ്റെ പ്രിയപ്പെട്ട മകളെ. അതിനുശേഷം മകനെ നഷ്ടപ്പെടുന്നു. പക്ഷേ അമ്മ ഇതിൻ്റെ അകത്ത് ഈ ഗോവിന്ദചാമിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച അഡ്വക്കേറ്റ് ആളൂരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇതിന് പിന്നിൽ, ഇയാൾക്ക് പിന്നിൽ ആരായിരുന്നു, ആളൂരിനെ അടക്കം രംഗത്തിറക്കിയത് ആരായിരുന്നു എന്ന് ഒരു പക്ഷേ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതുണ്ട്. അത് ജനങ്ങൾ അങ്ങനെ അറിയണമെന്ന് പറയണതിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഒരു റോട്ടിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തന് അവന് വേണ്ടിയിട്ട് ഈ ഒരു ആളൂരാൻ, ഇത്രയും വലിയൊരു വക്കീൽ, ആളൂരാൻ വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീൽ വന്നു, എല്ലായിടത്തും വന്നു, ഒപ്പം നിന്ന് കേസ് വാദിക്കാൻ വന്നു. എന്നിട്ട് സുപ്രീം കോടതി വരെ അവൻ കൂടെ നിന്നു. അന്നേ ജനം അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങോട്ട് എറിയുന്ന കല്ല് തിരിച്ച് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും, അന്ന് നീ പൊട്ടിത്തെറിക്കും എന്ന് അന്നേ ആ ജനം മൊത്തം അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേപോലെ തന്നെ അവൻ പൊട്ടിത്തെറിച്ച് പോയില്ലേ. ഞാൻ ഈ ആളൂരാൻ വക്കീലിനോട് ഏതോ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ദുഷ്ടന് വേണ്ടിയിട്ട്, ഈ